എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുസ്മി രതീഷ്. ഇന്ന് നമ്മളൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കണവ അഥവാ കൂന്തൽ റോസ്റ്റിൻ്റെ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാലോ. നമ്മുടെ കണവ റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായി ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും 5 മുതൽ 6 വെളുത്തുള്ളി അല്ലിയുടെ കഷ്ണങ്ങളും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു ഇടത്തരം സവാളയുടെ കഷ്ണങ്ങളും 8 മുതൽ 10 വരെ ചെറിയ ഉള്ളിയും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 6 മുതൽ 8 വരെ കാന്താരിമുളകും ചേർത്ത് കൊടുക്കാം. കാന്താരിമുളകിന് പകരം പച്ചമുളകും വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പച്ചമുളകാണെങ്കിൽ ഒരു 3 or 4 പച്ചമുളക് ചേർത്താൽ മതി. ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് പച്ചമണം മാറി വരുമ്പോഴേക്കും ഒരിടത്തരം തക്കാളിയുടെ കഷ്ണങ്ങൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി മിക്സായി നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഞാനിവിടെ 1 കിലോ കണവയാണ് എടുക്കുന്നത്. 1 കിലോ കണവ വൃത്തിയാക്കി വന്നപ്പോഴത്തേക്കും ഏകദേശം 700 ഗ്രാമോളം കണവയേ ഉള്ളൂ. അതിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് 20 മുതൽ അരമണിക്കൂർ വരെ കുക്ക് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തന്നെ കണവയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ഒരു ഗ്രേവി രീതിയിലായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് റോസ്റ്റ് രീതിയിലാക്കി എടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് സെർവ് ചെയ്യാം. എന്നിട്ട് എല്ലാവരെയും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.